സംസ്ഥാനത്തെ രാഷ്ട്രീയ തരംഗം ആർക്ക് അനുകൂലമാണെന്ന് കണ്ടെത്തുവാൻ കഴിയുന്ന ആദ്യ ഘട്ടമാണ് ഇപ്പോൾ കഴിഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വികാരം ആർക്ക് അനുകൂലമാകുമെന്ന് അറിയുവാൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നോക്കിയാൽ മതിയെന്ന കാര്യത്തിൽ ഒരു പാർട്ടിക്കും സംശയമില്ല. എന്നാൽ ഇനി അടുത്തതായി സംസ്ഥാനം ആർ ഭരിക്കും എന്ന് ഈ തിരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് വിലയിരുത്തുവാൻ പ്രയാസമുണ്ട്. ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ UDF സംസ്ഥാനമാകെ നില മെച്ചപ്പെടുത്തി. LDF വലിയ തോതിൽ പിന്നോട്ടടിച്ചു. NDAക്ക് വോട്ട് ഷെയർ വർദ്ധിച്ചില്ലെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ നേടിയെടുക്കുവാൻ കഴിഞ്ഞു. ഇനി എല്ലാവരും കരുതുന്നത് പോലെ UDF വരുന്ന നിയമസഭയിൽ ഉജ്ജ്വല വിജയം നേടി അധികാരം നേടുമോ, അതോ LDFന് മികച്ച തന്ത്രങ്ങളിലൂടെ ജനമനസ് അനുകൂലമാക്കുവാൻ കഴിയുമോ? എന്തൊക്കെയാണ് സംഭവിക്കുവാൻ സാധ്യതയുള്ളത് എന്ന് ഇനി നോക്കാം. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പും ഒരേ രീതിയിൽ പോകുന്ന ഒന്നല്ല. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പ്രാദേശിക പ്രശ്നങ്ങൾ, സ്ഥാനാർത്ഥിയുടെ പ്രശസ്തി, വാർഡ് തലത്തിലെ പ്രവർത്തനങ്ങൾ എന്നിവയാണ് സാധാരണ വിജയത്തെ സ്വാധീനിക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം ഭരിക്കുന്ന LDF സർക്കാരിനോടുള്ള അതൃപ്തി വ്യക്തമായ രീതിയിൽ പ്രകടമായി എന്നാണ് പൊതുവായ അഭിപ്രായം. ജനങ്ങൾ സർക്കാരിനെതിരായി കോപാകുലരാണ് എന്ന സംസാരമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഈ വികാരം കൊണ്ട് ഒരു സർക്കാർ മാറ്റം ഉണ്ടാകുമോ? LDFന് സംഭവിച്ച തിരിച്ചടിക്ക് 5 കാരണങ്ങളുണ്ട്. ഒന്ന്, ഭരണ സംവിധാനത്തോടുള്ള മടുപ്പ്. നാളുകളായി അധികാരത്തിൽ തുടരുമ്പോൾ ജനങ്ങളുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ അവഗണന കാണിക്കുന്നത് ക്ഷമിച്ചു മുന്നോട്ട് പോകുന്നതിന് ജനങ്ങൾക്കൊരു പരിധിയുണ്ട്. 2, വീട്ടു ചെലവുകളിലുണ്ടായ വർധനവ്. ഭക്ഷ്യസാധനങ്ങളുടെ വില വർധനവ്, നികുതി വർധനവ്, വൈദ്യുതി ബില്ലിലെ വർധനവ്, സേവന ചാർജിലെ വർധനവ് എല്ലാം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. സർക്കാരിന്റെ നടപടികൾ ജനങ്ങൾക്ക് പ്രതികൂലം ആണെന്ന് അവർ വിശ്വസിക്കുന്നു. 3, ക്ഷേമ പദ്ധതികളുടെ മുരടിപ്പ്. കൃത്യസമയത്ത് ക്ഷേമ പെൻഷനുകൾ നൽകാതെ ഇലക്ഷൻ ആകുമ്പോൾ മാത്രം അത് നൽകുന്നത് ജനങ്ങൾക്ക് മടുപ്പായി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനത്തിൽ ഉൾപ്പെടെ വരുന്ന കുടിശ്ശിക അവരിലും അസംതൃപ്തി ഉണ്ടാക്കി. 4, ജനപ്രതിനിധികൾ ധിക്കാരികളാകുന്നു എന്ന തോന്നൽ. സർക്കാർ അവരുടെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് സാധാരണ വോട്ടർമാർ ചിന്തിക്കുന്നു. ഈ വികാരങ്ങൾ എല്ലാം പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ. ഈ വികാരം നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രകടമാകുമെന്നാണ് പൊതുവായ അഭിപ്രായം. എന്നാൽ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ പല ഘട്ടങ്ങളിലും ഈ വികാരത്തിന് മാറ്റം ഉണ്ടായി വ്യത്യസ്ത മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടമായിട്ടുണ്ട്. സംസ്ഥാനത്തെ BJPയുടെ വളർച്ച ചെറുതെങ്കിലും കുറഞ്ഞതായി കാണാനാകില്ല. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാന കോർപ്പറേഷനായ തിരുവനന്തപുരമാണ് BJP ഭരിക്കുവാൻ പോകുന്നത്. ഇതിനു മുൻപ് BJP സംസ്ഥാനത്തെ പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വിജയം നേടിയിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവിടെയൊക്കെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അതൃപ്തി റിസൾട്ട് വന്നപ്പോൾ കണ്ടറിയേണ്ടി വന്നു. എന്നാൽ തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ചുള്ള പ്രചാരണം മൂലം ആ കോർപ്പറേഷൻ BJPയുടെ കൈകളിൽ ഒതുങ്ങി. സംസ്ഥാനത്ത് LDFും UDFും നേർക്കുനേർ പൊരുതുന്ന കളത്തിൽ BJPയുടെ വളർച്ച ഭൂരിപക്ഷം കുറയ്ക്കുകയും വോട്ടുകൾ ഭിന്നിപ്പിക്കുകയും റിസൾട്ടുകളെ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് 6 മാസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ സമയത്ത് LDF നടത്തുവാൻ പോകുന്ന പ്രവർത്തനം എന്താണ്? നിലവിലെ ജനങ്ങളുടെ വികാരം അതേ ഭൂരിപക്ഷത്തിൽ നിലനിർത്തുവാൻ UDFന് കഴിയുമോ? ഇന്നുവരെ കേരളത്തിൽ ജനങ്ങൾ ഒരു മുന്നണിക്കും തുടർച്ചയായി 3ാമത് ഭരണം നൽകിയിട്ടില്ല. എന്നാൽ എല്ലാ സാഹചര്യങ്ങളിലും ഈ ചരിത്രം ആവർത്തിക്കണമെന്നും ഇല്ലതാനും. വരുന്ന ഇലക്ഷൻ വിജയിക്കുവാൻ LDFന് മുന്നിൽ 4 സാധ്യതകളുണ്ട്. 1, ശക്തമായ ഭരണ സംവിധാനം കയ്യിലുണ്ട്. ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഏതടവ് വേണമെങ്കിലും ഇതുവഴി പുറത്തെടുക്കാം. 2, ശക്തമായ വേരുകളുള്ള പാർട്ടിയുടെ അടിസ്ഥാന സംവിധാനം. സംസ്ഥാന തലം മുതൽ വാർഡ് തലം വരെ കൃത്യമായ ആശയങ്ങളും പ്രചാരങ്ങളും നടത്തുവാനുള്ള സംവിധാനം LDFനുണ്ട്. 3, തെറ്റുകൾ തിരുത്താനുള്ള സമയം. ക്ഷേമ പെൻഷനുകളിലെ കുടിശ്ശിക നികത്താനും വിവിധ പ്രതിഷേധങ്ങൾക്ക് ആശ്വാസമായി വൻ പദ്ധതി പ്രഖ്യാപിക്കാനും ജനങ്ങളെ സ്വാധീനിക്കാനുമുള്ള സമയമുണ്ട്. 2026 ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപ് ഫെബ്രുവരി മാസത്തിൽ ഒരു ഇടക്കാല ബജറ്റ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രഖ്യാപിക്കും. വൻ പ്രഖ്യാപനങ്ങളാകും ഈ ബജറ്റിൽ ഉണ്ടാവുക. വലിയ ആനുകൂല്യങ്ങളും ശമ്പള വർധനവും ക്ഷേമ പദ്ധതികളും ഇതിലുണ്ടാകും. 2015 ഇങ്ങനെ ഒരു ബജറ്റ് KM തുടങ്ങിയപ്പോൾ അത് പൂർണ്ണമായി തടഞ്ഞതാണ് നിയമസഭയിലെ ഏറ്റവും വലിയ കോലാഹലമായി നാം അന്ന് കണ്ടത്. ഈ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾക്ക് ജനങ്ങളെ സ്വാധീനിക്കാനും സംസ്ഥാനത്ത് സർക്കാർ അനുകൂല വികാരം ഉണ്ടാക്കുവാനും കഴിയും. 2020 സർക്കാർ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് വലിയ സ്വാധീനം ഉണ്ടാക്കി. ഈ പ്രാവശ്യവും ഇത്തരം ഒരു ബജറ്റ് ഉണ്ടാകും. നിലവിൽ LDFന് അനുഭവിക്കേണ്ടി വന്ന വലിയ തിരിച്ചടി പരിഗണിച്ച് വൻ പ്രഖ്യാപനങ്ങളാകും ഈ ബജറ്റിൽ ഉണ്ടാവുക. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഉൽപ്പന്ന നികുതി, സേവന നികുതി, ഇന്ധന നികുതി, കെട്ടിട നികുതി എന്നിവയിൽ പ്രഖ്യാപിക്കുന്ന വൻ ഇളവുകൾ ജനങ്ങളെ സ്വാധീനിക്കും. എന്നാൽ ഈ ഇളവുകൾ അപ്പോൾ തന്നെ നടപ്പിലാവുകയില്ല എന്നും ആ വർഷത്തെ ശരിയായ ബജറ്റിൽ ഈ പ്രഖ്യാപനങ്ങളൊന്നും ഇടം നേടുകയില്ല എന്നും ഭൂരിപക്ഷം ജനങ്ങൾക്കും അറിയില്ല. 4, മുഖ്യമന്ത്രി. പാർട്ടിയിൽ വ്യക്തമായ ആജ്ഞാശക്തി ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. ശാരീരികമായി പഴയ ശക്തി ഇല്ലെങ്കിലും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അദ്ദേഹം തന്നെയാണ് എന്നതിൽ സംശയമില്ല. അപ്പോൾ ഇനിയുള്ള 6 മാസം LDFന് വൻ തന്ത്രങ്ങൾ പുറത്തിറക്കാനുള്ള സമയമാണ്.
അതിൽ പ്രധാനം മോഹന വാഗ്ദാനങ്ങൾ നിറഞ്ഞ ഇടക്കാല ബജറ്റ് തന്നെയാണ്. മറ്റൊന്ന് പ്രതിപക്ഷ മുന്നണിയിൽ അനൈക്യം ഉണ്ടാക്കുക. കേരള കോൺഗ്രസ് എമ്മിനെ എന്തു വില കൊടുത്തും ചേർത്ത് നിർത്തുക. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഏൽക്കേണ്ടി വന്ന തിരിച്ചടി കൊണ്ട് LDF അവസാനിച്ചിട്ടില്ല. വ്യക്തമായ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചാൽ പുഷ്പം പോലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടാം. ഇപ്പോൾ UDF വലിയ ആവേശത്തിലാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞുവെന്നാണ് UDFന്റെ ചിന്ത. UDFന് ഇനി സുഗമമായി സംസ്ഥാന ഭരണം നേടാൻ കഴിയുമെന്ന ധാരണ തെറ്റാണ്. 4 തരം വെല്ലുവിളികൾ UDFന് മുന്നിലുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള അനിശ്ചിതത്വം തന്നെയാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി UDFൽ കടിപിടി ആണെന്ന ജനങ്ങളുടെ ധാരണ മാറ്റുവാൻ വേണ്ടി ഒരു സ്വീകാര്യമായ വ്യക്തിയെ ഉയർത്തി കാണിക്കണം. എന്നാൽ UDFനുള്ളിലെ നിലവിലെ സാഹചര്യത്തിൽ അത് അസാധ്യവുമാണ്. 2, മുന്നണിക്കുള്ളിലെ കടിപിടി. ജനങ്ങളുടെ വികാരം കൊണ്ട് ലോക്കൽ ബോഡി ഇലക്ഷനിൽ UDFന് നേട്ടമുണ്ടായെങ്കിലും മുന്നണിക്കുള്ളിലും പാർട്ടിക്കുള്ളിലും നിലനിൽക്കുന്ന അധികാരമോഹങ്ങൾക്ക് ഒരു കുറവും വന്നിട്ടില്ല. 3, ജനങ്ങൾക്ക് UDFൽ എങ്ങനെ വിശ്വാസം അർപ്പിക്കാൻ കഴിയും? നിലവിൽ UDFന് അനുകൂലമായത് ഭരണവിരുദ്ധ വോട്ടുകളാണ്. UDFൽ വിശ്വാസം അർപ്പിച്ചുള്ള വോട്ടുകൾ അല്ല. സർക്കാരിന്റെ ഏതെങ്കിലും പ്രഖ്യാപനങ്ങൾ വഴി അല്ലെങ്കിൽ ഇടക്കാല ബജറ്റിലൂടെ ഭരണവിരുദ്ധ വികാരം വേഗം മായും. അത് UDFന്റെ മുന്നിലെ വലിയ വെല്ലുവിളിയാണ്. 4, BJP വോട്ടുകൾ ഉണ്ടാകുന്ന ഭിന്നതയാണ്. പല സ്ഥലങ്ങളിലും BJPയുടെ വോട്ട് ഷെയറിലെ വളർച്ച പരോക്ഷമായി സഹായിക്കുന്നത് LDF സ്ഥാനാർത്ഥികളെയാണ്. ഇതുവഴി നേരിയ വ്യത്യാസത്തിൽ UDFന് പല മണ്ഡലങ്ങളും കൈവിട്ടു പോകുവാനുള്ള സാധ്യതയുണ്ട്. UDFന് മുന്നിലെ ഈ 4 വെല്ലുവിളികൾ പറയുമ്പോഴും ഏറ്റവും വലിയ അനുകൂല ഘടകം നിലവിൽ നേടിയ ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്ത് ഭരണങ്ങൾ തന്നെയാണ്. പഞ്ചായത്തുകളിലേക്ക് വികസന പദ്ധതികൾ കാര്യക്ഷമമായി സർക്കാരിൽ നിന്ന് എത്തുവാൻ അതേ മുന്നിന് തന്നെ സംസ്ഥാന സർക്കാർ രൂപീകരിക്കണമെന്ന ഒരു വിശ്വാസം ആളുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ഭരണം UDFന്റേതായിരിക്കുമെന്ന ഒരു വിശ്വാസം ജനങ്ങളിൽ നൽകുവാനാണ് നിലവിലുള്ള UDFന്റെ ശ്രമം. വരുന്ന നിയമസഭാ ഇലക്ഷനിൽ UDF അധികാരം നേടും എന്നും അല്ലെങ്കിൽ LDF മൂന്നാമത് ഭരണം സ്വന്തമാക്കുമെന്നും പറയാനാകില്ല. UDFന് മുന്നിൽ സാധ്യതകൾ ഉള്ളപ്പോൾ തന്നെ വലിയ വെല്ലുവിളികളുമുണ്ട്. LDFന് മുന്നിൽ തടസ്സങ്ങൾ ഉള്ളപ്പോൾ തന്നെ വലിയ പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള സമയവുമുണ്ട്. ലോക്കൽ ബോഡി ഇലക്ഷൻ തീർച്ചയായും LDFന് ഒരു മുന്നറിയിപ്പാണ്. UDFന് വലിയ അവസരവുമാണ് തെളിയുന്നത്. എന്നാൽ നിയമസഭ ആര് കൈവശമാക്കും എന്ന് തീരുമാനിക്കാൻ ഇനിയും സമയം ബാക്കിയുണ്ട്. LDF ഭരണ സംവിധാനം ഉപയോഗിച്ച് ഈ സമയം കൊണ്ട് ജനമനസ്സുകളിലേക്ക് എത്തുവാൻ ശ്രമിക്കും. UDF ഈ സമയത്ത് ജനങ്ങളുടെ വികാരം നിലനിർത്തുകയും സർക്കാരിനെ പ്രതിരോധിക്കുകയും ചെയ്ത് മുന്നണിയിലെ നേതൃത്വത്തിൽ ഒരു വ്യക്തത വരുത്തിയെങ്കിൽ മാത്രമേ നിയമസഭാ ഇലക്ഷനിൽ പ്രതീക്ഷ വയ്ക്കുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് കാണുന്ന രാഷ്ട്രീയം ആയിരിക്കില്ല നാളത്തേത്. ചില വാക്കുകൾക്കും സംഭവങ്ങൾക്കും പ്രഖ്യാപനങ്ങൾക്കും ഈ വികാരങ്ങളെ മാറ്റുവാൻ നിമിഷങ്ങൾ മാത്രം മതി. അതുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ പ്രയോഗിക്കുന്ന തന്ത്രങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഈ പോരാട്ടത്തിൽ ആര് വിജയിക്കുമെന്നും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം.